തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സൈനുദ്ദീന്റെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കാതെ സർക്കാർ. ദിവസവേതനക്കാരനായിരുന്ന സൈനുദ്ദീൻ ബൈക്കിൽ പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ആക്രമണത്തിന് ഇരയായത്. ആശ്രിതർക്ക് ജോലി നൽകാം എന്ന ഉറപ്പ് 2.5 വർഷത്തിനിപ്പുറവും പാലിച്ചിട്ടില്ല. ഒല്ലൂരിലെ പാഴ്സൽ സർവീസ് ഓഫീസിലെ ജോലിക്കാരനായിരുന്നു പാലപ്പള്ളി സ്വദേശി സൈനുദ്ദീൻ. 2021 ഓഗസ്റ്റ് 30-നാണ് അത് സംഭവിച്ചത്. പാട്ടത്തിനടുത്ത കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോൾ ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടു. ആനയെ കണ്ട് ഭയന്ന് വാഹനം തിരിച്ചു പോകാൻ ശ്രമിച്ച സൈനുദ്ദീനെ ആന എടുത്തെറിഞ്ഞു. പ്രധാന റോഡിൽ നിന്നും 3 കിലോമീറ്ററിലധികം മാറിയാണ് ഈ സ്ഥലം. ഇതിലൂടെ അധികം ആളുകളൊന്നും തന്നെ രാത്രിയിൽ സഞ്ചാരവുമില്ല. വൈകുന്നേരം 7 മണിയോടുകൂടി സൈനുദ്ദീനെ ഒറ്റയാൻ ആക്രമിച്ചതാണ്. പക്ഷേ പുലർച്ചെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് സൈനുദ്ദീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിറ്റേന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ മൃതദേഹം കാണുന്നത്. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതായിരുന്നു സൈനുദ്ദീന്റെ കുടുംബം. മരണത്തോടെ വീട്ടിലെ ആശ്രയം ഇല്ലാതായി. ഇപ്പോൾ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയാണ്. മാതാപിതാക്കൾക്ക് ഇവർക്കായാലും ഒരു ആശ്രയമായിരുന്നു. സഹായം 10 ലക്ഷം കിട്ടിയത് തന്നെയാണ്. 2 പ്രാവശ്യമായിട്ട് കിട്ടി. അതിപ്പോൾ കല്യാണത്തിൻ്റെ കടങ്ങളും വീടിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൈസ ഇപ്പോൾ 10 ലക്ഷമൊക്കെ എവിടെ എന്തിനാണ് തികയോ ഒന്നിനും ഇല്ലല്ലോ. ഇപ്പോൾ ഓരോ കാര്യം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോണു. വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആരും ഒന്നും ജോലിനെ കുറിച്ചൊന്നും പറയണില്ല. ഇപ്പോൾ വരണടുത്ത് കാണാന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോണു. 10 ലക്ഷം രൂപ സൈനുദ്ദീന്റെ ജീവനുള്ള വിലയായി സർക്കാർ നൽകി. 2 മക്കളുടെ വിവാഹത്തിന്റെ കടവും മറ്റു ബാധ്യതകളും അതുകൊണ്ടാണ് കുടുംബം തീർത്തത്. എന്നാൽ സ്ഥിരം ജോലി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. MP പ്രതാപപട അന്ന് പറഞ്ഞു പണി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും മുഖ്യമന്ത്രിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പണി കിട്ടുക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചുമ്പോൾ പറയണ്ട അത്ര ആൾ മരിച്ചു ഇത്ര ആൾ മരിച്ചു, അവർക്ക് ജോലി കൊടുക്കണ്ടേ ഇവർക്ക് ജോലി കൊടുക്കണ്ടേ, അപ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പ്ലേറ്റ് മാറ്റി. ഇവിടെ തന്നെ ഏകദേശം 3 പേരെ അടുത്തടുത്ത് ആന ദാരുണമായി കുത്തി കൊലപ്പെടുത്തുകയുണ്ടായി. അതിലൊരാളാണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ ശരിക്കും കൂലിവേല ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആന കുത്തി മരിച്ച സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ സൈനുദ്ദീൻ്റെ കുടുംബത്തിന് നൽകിയിരുന്നു. മക്കൾക്ക് ജോലി, 2 പെൺകുട്ടികളാണ് സൈനുദ്ദീനുള്ളത്. വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുടുംബമാണ്. ആ വാഗ്ദാനങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. രാവിലെ കൃഷി ചെയ്തും വൈകുന്നേരം ജോലിക്കും പോയാണ് സൈനുദ്ദീൻ വീട് നോക്കിയിരുന്നത്. ഇപ്പോൾ എല്ലാ വരുമാനവും നിലച്ചു എന്ന് മാത്രമല്ല, കാട്ടാനപ്പേടി കൊണ്ട് വീട്ടുകാർക്കും ജോലിക്ക് പോകാൻ ഭയമാണ്. ഇപ്പോഴും ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.